രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യരൂപേഷു രവിസ്വരൂപം നമാമി തുഞ്ചത്തെഴുമാര്യപാദം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വജസാ ഗൃണാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. കിഷ്കിന്ധാകാന്ഡം സർഗം 5. ലക്ഷ്മണന്റെ കിഷ്കിന്ധാപ്രവേശം. ശ്രീമഹാദേവ ഉവാച രാമസ്തു പർവതസ്യാഗ്രേ മണിസാനോ നിശാമുഖേ സീതാവിരഹജം ശോകം അസഹന്നിതമബ്രവീത്. പശ്യ ലക്ഷ്മണ മേ സീതാരാക്ഷസേന ഹൃദാ ബലാത് മൃദാ വാ നിശ്ചേദം ന ജാനേദ്യാവിഭാമിനിം ജീവതീതി മമ ബ്രൂയാത് കച്ചിത് വാ പ്രിയകൽസമേ യദി ജാനാമി താം സാധ്വിം ജീവന്തീം യത്ര കുത്ര വാ. ഹഠാദേവാ ഹരിഷ്യാമി സുതാമിവ പയോനിധേ പ്രതിജ്ഞാം ശൃണു മേ ഭ്രാതർയേന മേ ജനകാത്മജ നീതാന്തം ഭസ്മസാത് കുര്യാം സപുത്രബലവാഹനം. ഹേ സീതേ ചന്ദ്രവദനേ വസന്തി രാക്ഷസാലയേ ദുഃഖാർത്താമാം അപശ്യന്തി കഥം പ്രാണാൻ ധരിഷ്യസി ചന്ദ്രോഭിമാനുവദ്ഭാതി മമ ചന്ദ്രാനനം വിനാ. മഹാദേവൻ പറഞ്ഞു, ഗിരിശിഖരത്തിലെ മണിമയസാനുവിൽ ഇരുന്നള്ളിയ രാമൻ രാത്രിയിൽ സീതാവിയോഗത്താൽ പൊറുക്കാനാവാത്ത ദുഃഖം കൊണ്ട് പറഞ്ഞു, ലക്ഷ്മണ നോക്കൂ, രാക്ഷസന്മാർ അപഹരിച്ചു കൊണ്ടുപോയ എൻ്റെ സീത മരിച്ചോ അതോ ജീവിച്ചിരിക്കുന്നോ? ഇന്ന് വരെ ഒന്നും അറിയാറായില്ല. ആരെങ്കിലും സീത ജീവിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറയുമെങ്കിൽ അവനാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരൻ. ആ സാധു എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞാൽ പാൽക്കടലിൽ നിന്ന് അമൃതെന്ന പോലെ ബലാൽ തന്നെ ഞാൻ അവളെ കൊണ്ടുപോരും. അല്ലയോ സഹോദര, എൻ്റെ ശബ്ദം കേൾക്കൂ. എൻ്റെ സീതയെ ആരാണോ തട്ടിക്കൊണ്ടുപോയത് അവനെ പുത്രസേനാവാഹന സഹിതം ഞാൻ ചാമ്പലാക്കും. ഇന്ദുമുഖിയായ സീതെ, എന്നെ കാണാതെ ദുഃഖിതയായി രാക്ഷസാലയത്തിൽ കഴിയുന്ന നീ എങ്ങനെ പ്രാണൻ പോറ്റും? ചന്ദ്രൻ പോലും എനിക്ക് സൂര്യനെപ്പോലെ താപകരനായി തോന്നുന്നു. ചന്ദ്രത്വം ജാനകീം സ്പൃഷ്ട്വാ കരൈർമാം സ്പൃശശീതളൈ സുഗ്രീവോ വിദയാഹീനോ ദുഃഖിതം മാം ന പശ്യതി രാജ്യം നിഷ്കണ്ടകം പ്രാപ്യ സ്ത്രീഭിഃ പരിവൃതോരഹ കൃതഘ്നോ ദൃശ്യതേ വ്യക്തം പാനാസക്തോ അതികാമുകഃ നായാതി ശരദം പശ്യന്ന വിമാർഗയിതും പ്രിയാം പൂർവോപകാരിണം ദൃഷ്ടകൃതഘ്നോ വിസ്മൃതോ ഹിമാം ഹന്മി സുഗ്രീവമേവാപ്യം സപുരം സഖബാന്ധവം ബാലി യഥാഹതോ മേദ്യ സുഗ്രീവോപി തഥാഭവത്. കാമകിങ്കരനായ സുഗ്രീവൻ സ്ത്രീകളാൽ ചുറ്റപ്പെട്ട് നന്ദി കെട്ടവനായി കഴിയുകയാണ്. ശരത് ഋതു കണ്ടിട്ടും എൻ്റെ പ്രിയതമയെ അന്വേഷിക്കാൻ വരുന്നില്ല. മുമ്പ് ഉപകാരം ചെയ്ത എന്നെ നന്ദി കെട്ട ആ ദുഷ്ടൻ മറന്നു എന്ന് തീർച്ച. സുഗ്രീവനെയും അതുപോലെ നഗരബാന്ധവസമേതം ഞാൻ കാലപുരിക്കയക്കും. ബാലിയെ വധിച്ചതുപോലെ ഞാൻ സുഗ്രീവനെയും വധിക്കും. ഇതിരുഷ്ടം സമാലോക്യ രാഘവം ലക്ഷ്മണോ ബ്രവീത്
ഇദാനീമേവ ഗത്വാഹം സുഗ്രീവം ദുഷ്ടമാനസം മമാജ്ഞാവയ ഹത്വാ താം ആയാസ്യേ രാമതേന്തികം ഇത്യുക്ത്വാദനുരാധായ സ്വയം തോണീരമേവ ച ഗന്തുമഭ്യുദ്യതം വീക്ഷ്യ രാമോ ലക്ഷ്മണമബ്രവീത് ന ഹന്തവ്യസ്ത്വയാ വത്സ സുഗ്രീവോ മേ പ്രിയാ സഖേ. രാമന്റെ അത്യധികമായ കോപം കണ്ട് ലക്ഷ്മണൻ പറഞ്ഞു, അല്ലയോ പ്രഭോ, എനിക്ക് ആജ്ഞ നൽകിയാലും ആ ദുഷ്ടമാനസനായ സുഗ്രീവന്റെ കഥ കഴിച്ച് ഞാൻ എത്രയും വേഗം വരാം. ആയുധങ്ങളെടുത്ത് പോകാൻ തുനിഞ്ഞ ലക്ഷ്മണനെ നോക്കി രാമൻ പറഞ്ഞു, അല്ലയോ കുഞ്ഞെ, സുഗ്രീവൻ എനിക്ക് ഉറ്റ തോഴനാണ്, നിന്നാൽ വധിക്കപ്പെടേണ്ടവനല്ല. കിന്തു ഭീഷയ സുഗ്രീവം ബാലിവത്വം ഹനിഷ്യസേ ഇത്യുക്ത്വാ ശീഘ്രമാദായ സുഗ്രീവ പ്രതിഭാഷിതം ആഗത്യ പശ്ചാത് കാര്യം തത്കരിഷ്യാമ്യ സംശയം തഥേതി ലക്ഷ്മണോ ഗസ്സാത് ത്വരിതോ ഭീമവിക്രമഃ. ബാലിയെപ്പോലെ നീയും കൊല്ലപ്പെടുമെന്ന് ചൊല്ലി സുഗ്രീവനെ ഭീഷണിപ്പെടുത്തിയാൽ മതി. സുഗ്രീവന്റെ മറുപടി അറിഞ്ഞിട്ട് എന്ത് ചെയ്യണമോ അത് തീർച്ചയായും ചെയ്യാം. അങ്ങനെയെന്ന് പറഞ്ഞ് മഹാപരാക്രമിയായ ലക്ഷ്മണൻ അതിവേഗം പോയി. കിഷ്കിന്താം പ്രതികോപേന നിർദഹന്നിവ വാനരാൻ സർവജ്ഞോ നിത്യലക്ഷ്മീ ഗോ വിജ്ഞാനാത്മാ വിരാഘവ സീതാമനുശോചാർത്ഥ പ്രാകൃതാം ഇവ. വാനരന്മാരെയെല്ലാം കോപം കൊണ്ട് പാടെ ചുട്ടുകളയുമെന്ന രീതിയിൽ ലക്ഷ്മണൻ കിഷ്കിന്ധയിലേക്ക് പോയി. ലക്ഷ്മണോ വിദദാഗത്വാ കിഷ്കിന്ധാനഗരാന്തികം യാഘോഷമകരോ തീവ്രം ഭീഷയൻ സർവവാനരാൻ തം ദൃഷ്ട്വാ പ്രാകൃതാസ്തത്ര വാനരാവപ്രമൂർധനി ചക്രു കിലകിലാ ശബ്ദം ധൃതപാഷാണപാദപ. താൻ ദൃഷ്ട്വാ ക്രോധതാം രാക്ഷോ വാനരാൻ ലക്ഷ്മണസ്തദാ നിർമൂലാൻ കർത്തുമുദ്യുക്തോ ധനുരാനമ്യ വീര്യവാൻ. ലക്ഷ്മണൻ കിഷ്കിന്ധാനഗരത്തിന്റെ സമീപമെത്തിയിട്ട് വാനരന്മാരെ ആകെ ഭയപ്പെടുത്തുമാറ് കടുത്ത ഞാണൊലി ഉണ്ടാക്കി. ലക്ഷ്മണനെ അവിടെ കണ്ടപ്പോൾ പ്രാകൃതരായ കവികൾ കല്ലും മരവും കയ്യിലേന്തി കോട്ടമതിലിന്റെ മുകളിൽ നിന്ന് കിലുകില ശബ്ദമുണ്ടാക്കി. ആ വാനരന്മാരെ കണ്ട് കോപത്താൽ മിഴുതുടുത്ത് ലക്ഷ്മണൻ വില്ലുകുലച്ച് പാടെ തകർക്കാൻ ഒരുമ്പെട്ടു. തദശീഘ്രം സമാപ്ലുത്യ ജ്ഞാത്വാ ലക്ഷ്മണമാഗതം നിവാര്യ വാനരാൻ സർവാൻ അംഗദോ മന്ത്രിസത്തമഃ ഗത്വാ ലക്ഷ്മണ സാമീപ്യം പ്രണനാമ സദണ്ഡവത്. അപ്പോഴേക്കും ലക്ഷ്മണൻ വന്നതറിഞ്ഞ് മന്ത്രിമുഖനായ അംഗദൻ വേഗം ഓടിയെത്തി. അവൻ വാനരന്മാരെയെല്ലാം മാറ്റി ലക്ഷ്മണന്റെ സമീപത്ത് എന്ന് സാഷ്ടാംഗം വണങ്ങി. തതോ അംഗദം പരിഷ്വജ്യ സലക്ഷ്മണ പ്രിയവർദ്ധന ഉവാച വത്സഗച്ഛത്വം പിതൃവ്യായ നിവേദയ മമാഗതം രാഘവേണ ചോദിതം രൗദ്രമൂർത്തിന തഥേതി ത്വരിതം ഗത്വാ സുഗ്രീവായ നവേദയത്. ലക്ഷ്മണൻ അംഗദനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലയോ ഉണ്ണി, നീ ചെല്ലൂ, കോപമൂർത്തിയായ രാമനാൽ പ്രേരിതനായി ഞാൻ വന്നിരിക്കുന്നുവെന്ന് ഇളയച്ചനോട് പറയൂ. അങ്ങനെയാകാമെന്ന് സമ്മതിച്ച അംഗദൻ ചെന്ന് സുഗ്രീവനെ വിവരം അറിയിച്ചു. കോപത്താൽ ചുവന്ന കണ്ണുകളോടെ ലക്ഷ്മണൻ ഗോപുരവാതിലിന് പുറത്ത് നിൽക്കുന്നു എന്ന് കേട്ട് വാനരേശ്വരനായ സുഗ്രീവൻ തികച്ചും സംഭീതനായി. ആഹൂയ മന്ത്രിണാം ശ്രേഷ്ഠം ഹനുമന്തമതാബ്രവീത് ഗച്ഛത്വം അംഗദേനാശു ലക്ഷ്മണം വിനയാന്വിത സാന്ത്വയൻ കോപിതം വീരം ശനൈരാനായ സാദരം പ്രേഷയിത്വാ ഹനുമന്തം താരാം ആഹ കവീശ്വര. മന്ത്രിമുഖ്യനായ ഹനുമാനെ വിളിച്ച് അനന്തരം ഇങ്ങനെ ആജ്ഞാപിച്ചു, നീ അംഗദനെയും കൂട്ടി ഉടൻ പോകണം. കുപിതനായ വീരലക്ഷ്മണനെ അനുനയപൂർവ്വം സമാധാനിപ്പിച്ച് ആദരവോടെ മെല്ലെ കൂട്ടിക്കൊണ്ടുപോരുക. ഹനുമാനെ അയച്ചതിന് ശേഷം സുഗ്രീവൻ താരയോട് പറഞ്ഞു, ത്വം ഗച്ഛ സാന്ത്വയന്തീത്തം ലക്ഷ്മണം മൃദുഭാഷിതൈ ശാന്തം അന്തഃപുരം നീത്വാ പശ്ചാദ്ദർശയമേ അനഘേ. അല്ലയോ പുണ്യവതി, നീ ചെന്ന് ആ ലക്ഷ്മണനെ മധുരവാക്കുകളാൽ സാന്ത്വനിപ്പിച്ച് ശാന്തനാക്കി അന്തഃപുരത്തിൽ എത്തിച്ചതിന് ശേഷം എന്നെ കാണിക്കുക. ഭവത്വിതസ്താരാമദ്യകക്ഷം സമാവിശത് ഹനുമാൻ അംഗദേനൈവ സഹിതോ ലക്ഷ്മണാന്തികം
ഗത്വാനനാമശിരസാ ഭക്തിയാ സ്വാഗതമബ്രവീത്. ഏഹി വീരമഹാഭാഗ ഭവദ്ഗ്രഹം അശങ്കിതം. താര അകത്തളത്തിൽ നിന്നു. ഹനുമാൻ അംഗദനൊത്തു തന്നെ ലക്ഷ്മണനരികിലെത്തി തലകുനിച്ചു വണങ്ങി സ്വാഗതം ആശംസിച്ചു. അല്ലയോ മഹാഭാഗ, വീര, ശങ്കയന്യേ, അങ്ങയുടെ ഭവനത്തിലേക്ക് വന്നാലും. പ്രവിശ്യരാജധാരാദീൻ ദൃഷ്ട്വാ സുഗ്രീവമേവ ച യദാജ്ഞാവയസേ പശ്ചാത് സർവം കരവാണി ഭോ ഇത്യുക്ത്വാ ലക്ഷ്മണം ഭക്ത്യാ കരേ ഗൃഹ്യ സമാരുതി ആനയാമാസ നഗരമധ്യാത് രാജഗൃഹം പ്രതി. അകത്തു വന്ന് രാജധാരാദികളെയും സുഗ്രീവനെയും സന്ദർശിച്ചതിന് ശേഷം അങ്ങ് എന്താജ്ഞാപിക്കുന്നുവോ അതെല്ലാം ചെയ്തു കൊള്ളാം. ഇങ്ങനെ ചൊല്ലി മാരുതി സ്നേഹപൂർവ്വം ലക്ഷ്മണന്റെ കരം പിടിച്ച് നഗരമധ്യത്തിൽ നിന്ന് രാജഭവനത്തിലേക്ക് കൊണ്ടുപോയി. പ്രശംസത്ര മഹാസൗദാന്യൂതപാനാം സമന്തത ജഗാമ ഭവനം രാജ്ഞാ സുരേന്ദ്രഭവനോപമം മധ്യകക്ഷേ ഗതാ തത്ര താരാധിപാനന സർവാഭരണ സമ്പന്ന മദരക്താന്തലോചന. നാലുപാടും ഗണമുഖ്യന്മാരുടെ കൂറ്റൻ മാളികകൾ നോക്കിക്കൊണ്ട് ഇന്ദ്രഭവനത്തിനു തുല്യമായ രാജഭവനത്തിലേക്ക് ലക്ഷ്മണൻ ചെന്നു. അവിടെ മതം കൊണ്ട് കടമിഴി തൊടുത്ത മുഴുമതിമുഖിയായ താര സകല ആഭരണങ്ങളും അണിഞ്ഞ് അകത്തളത്തിൽ ഇരുന്നു. ഉവാച ലക്ഷ്മണം നത്വാ സ്മിതപൂർവാഭിഭാഷിണി ഏഹി ദേവര ഭദ്രം തേ സാധുസ്ത്വം ഭക്തവത്സല കിമർത്ഥം കോപമാകാശിർ ഭക്തേ ഭൃത്യേകപീശ്വരേ ബഹുകാലമനാശ്വാസ്വം ദുഃഖമേവാനുഭൂതവാൻ ഇദാനീം ബഹുദുഃഖൗഘാത് ഭവദ്ഭിർ അഭിരക്ഷിത ഭവത് പ്രസാദാൽ സുഗ്രീവ പ്രാപ്ത സൗഖ്യോ മഹാമതി കാമാസക്തോ രഘുപതേ സേവാർത്ഥം നാഗതോ ഹരി ആഗമിഷ്യന്തി ഹരയോ നാനാ ദേശഗതാ പ്രഭോ. ലക്ഷ്മണനെ നോക്കി തൊഴുത് ചിരിച്ചുകൊണ്ട് താര പറഞ്ഞു, അല്ലയോ അനുജ, വരൂ, നിനക്ക് മംഗളം ഭവിക്കട്ടെ. എന്തിനാണ് സേവകനും ഭക്തനുമായ ഈ കപീശ്വരനിൽ കോപം കൊണ്ടത്? അവൻ വളരെ നാൾ ആശ്വാസമില്ലാതെ ദുഃഖം മാത്രം അനുഭവിച്ചവനാണ്. ഇപ്പോൾ നാനാതരത്തിലുള്ള ശോകതയിൽ നിന്ന് ഭവാന്മാർ രക്ഷിച്ചതേ ഉള്ളൂ. ഭവാന്മാരുടെ കൃപയാലാണ് മഹാശയനായ സുഗ്രീവന് സൗഖ്യം ലഭിച്ചത്. കാമാസക്തനായ കവി രഘുപതിയുടെ സേവനത്തിന് വന്നു ചേർന്നില്ല. അല്ലയോ പ്രഭോ, നാനാദേശങ്ങളിലുള്ള വാനരന്മാരെല്ലാം ഉടൻ എത്തിച്ചേരും. ആ വാനരയൂഥം സകല ദൈത്യപരിഷകളെയും കൊല്ലും, രാവണനെയും കൊല്ലും. ത്വയൈവ സഹിതോദ്യൈവ ഗന്ധാ വാനരപുങ്കവ പശ്യാന്തർഭവനം തത്ര പുത്രധാര സുഹൃദ്വ്രതം ദൃഷ്ട്വാ സുഗ്രീവമഭയം ദത്വാ നയസഹൈവതേ താരായാ വചനം ശ്രുത്വാ കൃശക്രോധോദ ലക്ഷ്മണ ജഗാമന്തപുരം യത്ര സുഗ്രീവോ വാനരേശ്വര രുമാമാലിംഗ്യ സുഗ്രീവ പര്യങ്കേ പര്യവസ്ഥിതഃ. നിന്നോടുകൂടെ തന്നെ കവിവരൻ ഇപ്പോൾ രാമസന്നിധിയിലേക്ക് വരും. അരമനയ്ക്കകത്തേക്ക് വരൂ. അവിടെ മക്കളോടും ഭാര്യയോടും സുഹൃത്തുക്കളോടുമൊപ്പം സുഗ്രീവനെ തൃക്കൺ പാർത്ത് നിന്നോടൊപ്പം കൊണ്ടുപോകാമല്ലോ. താരയുടെ വാക്കുകൾ കേട്ട് കോപം തണുത്ത ലക്ഷ്മണൻ അന്തഃപുരത്തിലേക്ക് ചെന്നു. അവിടെ വാനരനായകനായ സുഗ്രീവൻ രുമയെ പുണർന്നുകൊണ്ട് കട്ടിലിൽ ശയിക്കുകയായിരുന്നു. ദൃഷ്ട്വാ ലക്ഷ്മണമത്യർത്ഥം നുൽപപാതാദിഭീതവത് താം ദൃഷ്ട്വാ ലക്ഷ്മണ ക്രുദ്ധോ മദവിഹ്വലിതേക്ഷണം സുഗ്രീവം പ്രാഹ ദുർവൃത്ത വിസ്മൃതോസി രഘൂത്തമം ബാലി ഏനഹതോ വീര സ ബാണോദ്യ പ്രതീക്ഷതേ. ലക്ഷ്മണനെ കണ്ടപ്പോ പേടിച്ചരണ്ട് പിടഞ്ഞെഴുന്നേറ്റു സുഗ്രീവൻ. കോപത്തോടുകൂടി ലക്ഷ്മണൻ പറഞ്ഞു, ഹേ ദുർനടത്തക്കാരാ, ശ്രീരാമനെ മറന്നവനാണ് നീ. വീരനായ ബാലി, ഏതിനിരയായോ ആ അമ്പ് ഇപ്പോൾ നിന്നെയും കാത്തിരിക്കുകയാണ്. ത്വമേവ ബാലിനോ മാർഗം ഗമിഷ്യസി മയാഹത ഏവം അത്യന്തപുരുഷം വദന്തം ലക്ഷ്മണം തഥാ ഉവാച ഹനുമാൻ വീര കഥമേവം പ്രഭാഷസേ ത്വത്തോ അധികതരോ രാമേ ഭക്തോയം വാനരാധിപ. ഞാൻ കാരണം നീയും ബാലിയുടെ വഴിയെ പോകും. ഇങ്ങനെ പാരുഷ്യം പറയുന്ന ലക്ഷ്മണനോട് ഹനുമാൻ പറഞ്ഞു,
എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ വാനരാധിപൻ നിങ്ങളിലും മുന്തിയ രാമഭക്തനാണല്ലോ. രാമകാര്യാർത്ഥമനിശം ജാഗർത്തീനതു വിസ്മൃത ആഗതാവരിത പശ്യ വാനരാഘോടിശ പ്രഭോ ഗമിഷ്യന്ത്യജരീണൈവ സീതയാ പരിമാർഗണം സാധയിഷ്യതി സുഗ്രീവോ രാമകാര്യമശേഷതഃ. ഇദ്ദേഹം രാമകാര്യത്തിൽ നിരന്തരം ഉണർവോടെയിരിക്കുന്നു, മറവിയേയില്ല. അല്ലയോ പ്രഭോ, നോക്കിയാലും കോടി കോടി വാനരർ ചുറ്റും വന്നണഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ ഇവർ പോകും, സീതയെ തേടും. രാമകാര്യം അശേഷം സുഗ്രീവൻ നിറവേറ്റും. ശ്രുത്വാ ഹനുമതോ വാക്യം സൗമിത്രലജ്ജിതോ ഭവത് സുഗ്രീവോപ്യർഘ്യപാദ്യാദി ലക്ഷ്മണം സമപൂജയത്. ആലിംഗ്യ പ്രാഹരാമസ്യ ദാസോഹം തേന രക്ഷിതഃ രാമ സ്വതേജസാ ലോകാൻ ക്ഷണാർദ്ധേനൈവ ജേഷ്യതി. സഹായമാത്രമേവാഹം വാനരൈ സഹിത പ്രഭോ സൗമിത്ർ അവിസുഗ്രീവം പ്രാഹ കിഞ്ചിന്മയോദിതം. തക്ഷമസ്വ മഹാഭാഗ പ്രണയാദ് ഭാഷിതം മയാ ഗച്ഛാമോദ്യൈവ സുഗ്രീവ രാമത്തിഷ്ഠതി കാനനേ. ഏക ഏവാദിദുഃഖാർത്തോ ജാനകീ വിരഹാത് പ്രഭു തദേതിരഥമാരൂഹ്യ ലക്ഷ്മണേന സമന്വിത വാനരൈ സഹിതോ രാജാ രാമം ഏവാന്വപദ്യത്. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ ലജ്ജിച്ചുപോയി. സുഗ്രീവൻ തന്നെ അർഘ്യപാദ്യാദികളാൽ ലക്ഷ്മണനെ യഥാവിധി പൂജിച്ചു. ലക്ഷ്മണന് മാറോടണച്ചു പറഞ്ഞു, ഞാൻ രാമന്റെ ദാസനാണ്, അദ്ദേഹത്താൽ രക്ഷിക്കപ്പെട്ടവനാണ്. രാമൻ സ്വതേജസാൽ ലോകങ്ങൾ പോലും അരനിമിഷത്തിനകം ജയിച്ചടക്കും. അല്ലയോ പ്രഭോ, വാനരരോടൊത്ത് ഞാൻ ഇതിലൊരു സഹായം മാത്രം. ലക്ഷ്മണനും അപ്പോൾ സുഗ്രീവനോട് അഭ്യർത്ഥിച്ചു, അല്ലയോ മഹാശയ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി, സ്നേഹത്താൽ പറഞ്ഞതെന്ന് കരുതി ക്ഷമിക്കണം. സുഗ്രീവ, നമുക്കിന്ന് തന്നെ പോകാം. രാമൻ കാട്ടിൽ കഴിയുകയാണല്ലോ. പ്രഭു ഏകനും ജാനകിയുടെ വിരഹം മൂലം അതിദുഃഖത്താൽ ഉഴലുകയുമാണ്. അങ്ങനെയെന്ന് സമ്മതിച്ച് ലക്ഷ്മണനോടൊത്ത് തേരിലേറി വാനരന്മാരെയും കൂട്ടി സുഗ്രീവൻ രാമന്റെ സവിധത്തിലേക്ക് തിരിച്ചു. ഭേരീ മൃദംഗൈർ ബഹുർക്ഷവാനരൈ ശ്വേതാതപത്രൈർവിജനൈശ്ച ശോഭിത നീലാംഗദാദ്യൈർ ഹനുമത് പ്രധാനൈ സമാവൃതോ രാഘവമഭ്യഗാദ്ധരീ. പെരുമ്പറകൾ, മൃദംഗങ്ങൾ, വെൺകൊറ്റക്കുടകൾ, വിശറികൾ ഇവയാൽ ശോഭിതനും ഹനുമാന്റെ നേതൃത്വത്തിലുള്ള നീലാംഗദാദികളാലും മറ്റനേകം വൃക്ഷവാനരന്മാരിലും ചുഴപ്പെട്ടവനായ സുഗ്രീവൻ രാമസന്നിധിയിൽ എത്തി. ഓം ഇതി ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡേ പഞ്ചമസർഗഃ. 6-ാം സർഗം സീതാന്വേഷണം, സ്വയം പ്രഭാചരിതം. ശ്രീമഹാദേവ ഉവാച ദൃഷ്ട്വാ രാമം സമാസീനം ഗുഹാദ്വാരിശിലാതലേ ചൈലാജനതരം ശ്യാമം ജടാമൗലിവിരാജിതം വിശാലനയനം ശാന്തം സ്മിതചാരുമുഖാംബുജം സീതാവിരഹസന്തപ്തം പശ്യന്തം മൃഗപക്ഷിണഃ രഥാദൂരാത് സമുത്പത്യ വേഗാത് സുഗ്രീവലക്ഷ്മണൗ രാമസ്യ പാദയോരഗ്രേ പേദതുർഭക്തി സംയുതൗ. മാന്തോലെടുത്ത് ശ്യാമളനായ, ശിരസിലെ ജടയാൽ ശോഭിക്കുന്നവനായ, പുഞ്ചിരിയാൽ തൂമയാർന്ന മുഖാരവിന്ദമുള്ളവനായ, വിശാലനയനും സീതയുടെ വേർപാടിൽ ഉരുകുന്നവനുമായ, എന്നാൽ ശാന്തശീലനുമായുള്ള ശ്രീരാമൻ ഗുഹാമുഖത്ത് കൽത്തളത്തിലിരുന്ന് പക്ഷിമൃഗാദികളുടെ ചേഷ്ടകൾ നിരീക്ഷിക്കുകയായിരുന്നു. രാമനെ കണ്ടപ്പോൾ സുഗ്രീവ ലക്ഷ്മണന്മാർ ദൂരെ വെച്ചേ തേരിൽ നിന്ന് ഇറങ്ങി വന്ന് ഭക്തിപൂർവം രാമന്റെ കാൽക്കൽ വീണു. രാമസുഗ്രീവമാലിംഗ്യ പൃഷ്ട്വാനാമയമന്തികെ സ്ഥാപയിത്വാ യഥാന്യായം പൂജയാമാസ ധർമ്മവിത് തതോ അബ്രവീദ്രഘുശ്രേഷ്ഠം സുഗ്രീവോ ഭക്തി നമ്രധി ദേവപശ്യ സമായാന്തിം വാനരാണാം മഹാജമും. ധർമ്മജ്ഞനായ രാമൻ സുഗ്രീവനെ പുണർന്ന് കുശലം ചോദിച്ച് അരികിലിരുത്തി യഥായോഗ്യം സൽക്കരിച്ചു. അനന്തരം സ്നേഹവിനീതമായ മനോഭാവത്തോടെ സുഗ്രീവൻ രാമനോട് പറഞ്ഞു, അല്ലയോ ദേവ, വാനരന്മാരുടെ പെരുമ്പട വരുന്നത് നോക്കിയാലും കുലാചലാദ്രിസംഭൂത മേരുമന്ദര സന്നിഭ
നാനാദ്വീപസരിച്ചൈലവാസിന പർവ്വതോപമാ അസംഖ്യാതാ സമായാന്തി ഹരയ കാമരൂപിണ സർവേ ദേവാംശസംഭൂത സർവേ യുദ്ധവിശാരദാഃ. കുലാചലങ്ങളിൽ പിറന്നവരും മേരുമന്ദരതുല്യരും പല ദ്വീപുകൾ, നദീതടങ്ങൾ, ഗിരികൾ ഇവിടങ്ങളിൽ വസിക്കുന്നവരും ശൈലതുല്യരും പോരിൽ വിരുദ്ധരും നിനച്ച രൂപം പേർന്നവരുമായ എണ്ണമറ്റ വാനരന്മാർ വരികയാണ്. സകലരും ദേവാംശജാതരുമത്രേ. അത്ര കേചിത് ഗജബലാ കേചിത് ദശഗജോപമാ ഗജായുധബലാ കേചിത് അന്യേ അമിതബലാ പ്രഭോ കേചിത് അഞ്ജനകൂടാഭാ കേചിത് കനകസന്നിഭ കേചിത് രക്താന്തവദനാ ദീർഘബാലാസ്തദാപരേ ശുദ്ധസ്ഫടിക സംകാശാ കേചിത് രാക്ഷസസന്നിഭ ഗർജന്തപരിതോ യാന്തി വാനരാ യുദ്ധകാംക്ഷിണഃ ത്വദാജ്ഞാകാരിണഃ സർവേ ഫലമൂലാശനാ പ്രഭോ വൃക്ഷാണാമതിവോ വീരോ ജാംബവാൻ നാമ ബുദ്ധിമാൻ ഏഷ മേ മന്ത്രിണാം ശ്രേഷ്ഠ കോടിബല്ലൂകവൃന്ദവ ഹനുമാനേഷ വിഖ്യാതോ മഹാസത്വപരാക്രമഃ വായുപുത്രോ അതിതേജസ്വി മന്ത്രി ബുദ്ധിമതാംബരഃ. ചിലർ ആനയുടെ ബലമുള്ളവർ, ചിലർ 10 ആനയുടെ ബലമുള്ളവർ, ചിലർ 10,000 ആനയുടെ ബലമുള്ളവർ. പ്രഭോ, മറ്റു ചിലരുടെ ശക്തിക്ക് അതിരില്ല. ചിലർ അഞ്ജനകൂടത്തിന് തുല്യർ, ചിലർ കനകസമാനന്മാർ, വേറെ ചിലർ നീണ്ട രോമമുള്ളവർ, ചിലർ സ്ഫടികത്തിന്റെ നിറമുള്ളവർ, ചിലർ രാക്ഷസതുല്യന്മാർ. യുദ്ധക്കൊതിയന്മാരായ ആ വാനരന്മാർ ഇതാ അലറി ചുറ്റി വരുന്നു. അല്ലയോ പ്രഭോ, പഴവും കിഴങ്ങും ഭുജിക്കുന്നവരായ ഇവർ സകലരും നിന്റെ ആജ്ഞാപാലകരാണ്. വീരനും ബുദ്ധിമാനുമായ ജാംബവാനാണ് വാനരന്മാരുടെ നായകൻ. ഇതാ പുകൾപെറ്റ ഹനുമാൻ, അതിശക്തനും പരാക്രമിയുമായ ഇയാളാണ് എൻ്റെ മന്ത്രിമാരിൽ ശ്രേഷ്ഠൻ. കോടി ഭല്ലൂകങ്ങളുടെ അധിപനും മഹാതേജസ്വിയും വായു തനയനുമായ ഇവൻ ബുദ്ധിമാന്മാരിൽ മികച്ചവനുമത്രേ. നളോ നീലച്ചകവയോ ഗവാക്ഷോ ഗന്ധമാദന ശരഭോ മൈന്ദവശ്ചൈവ ഗജപനസ ഏവജ ബലീമുഖോ ദതിമുഖ സുഷേണസ്താരയേവജ കേസരീജ മഹാസത്വ പിതാ ഹനുമതോ ബലി ഏതേതേയുതപാരാമ പ്രധാനാന്യേ മയോദിത മഹാത്മാനോ മഹാവീര്യോ ശക്രതുല്യപരാക്രമാഃ ഏതേ പ്രത്യേകത കോടി കോടി വാനരയൂതപാഃ. നളൻ, നീലൻ, ഗവയൻ, ഗവാക്ഷൻ, ഗന്ധമാദനൻ, ശരവൻ, മൈന്ദവൻ, ഗജൻ, പനസൻ, ബലിമുഖൻ, ദതിമുഖൻ, സുഷേണൻ, താരൻ ഇവരും ഹനുമാന്റെ വളർത്തച്ഛനും മഹാധൈര്യശാലിയുമായ ബലവാനുമായ കേസരി ഇവരൊക്കെയാണ് യൂഥപന്മാർ. അല്ലയോ രാമ, ഇവർ മഹാശക്തരും മഹാവീരരും ഇന്ദ്രനുതുല്യം പരാക്രമികളുമാണ്. ഓരോരുത്തരും കോടി കോടി വാനരഗണങ്ങളുടെ നേതാക്കളുമത്രേ. തവാജ്ഞാകാരിണ സർവേ സർവേ ദേവാംശസംഭവാഃ ഏഷാ ബാലിസുത ശ്രീമാൻ അംഗദോ നാമ വിശ്രുതഃ. എല്ലാവരും നിന്റെ ആജ്ഞാകാരികളും സകലരും ദേവാംശത്തിൽ നിന്ന് പിറന്നവരുമാണ്. ഇതാണ് ബാലിയുടെ മകനായ കേൾവികേറ്റ ശ്രീമാൻ അംഗദൻ. ബാല്യതുല്യബലോ വീരോ രാക്ഷസാനാം ബലാന്തക ഏതേജ അന്യജ ബഹവസ്തദ്വർത്ഥേ ത്യക്തജീവിതാഃ. ബാലിക്ക് തുല്യം ബലവാനും വീരനും രാക്ഷസപ്പടയെ ഒടുക്കുന്നവരുമാണ്. ഇവരും മറ്റനവധി പേരും നിനക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ്. യോദ്ധാരപർവതാശ്ചൈവ നിപുണാ ശത്രുഘാതനെ ആജ്ഞാപയരഘുശ്രേഷ്ഠ സർവേ ദേവശവർത്തിന രാമസുഗ്രീവമാലിംഗ്യ ഹർഷപൂർണാശ്രുലോചന പ്രാഹസുഗ്രീവജാനാസി സർവം ത്വം കാര്യഗൗരവം. എല്ലാവരും നിനക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചവരാണ്. എവിടെയും അടരാടുന്ന വൈരികളെ വകവരുത്തുന്നതിൽ നിപുണരാണ് ഇവർ. രഘുവര, ആജ്ഞാപിച്ചാലും സകലരും നിനക്ക് വശവർത്തികളായിരിക്കും. ആനന്ദ കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ രാമൻ സുഗ്രീവനെ മാറോടണച്ച് പറഞ്ഞു, അല്ലയോ സുഗ്രീവ, നീ കാര്യത്തിന്റെ ഗൗരവം എല്ലാം അറിയുന്നുവല്ലോ. മാർഗണാർത്ഥം ഹി ജാനജ്ഞാ നിയുങ്ക്ഷായതി രോചതേ ശ്രുത്വാ രാമസ്യ വചനം സുഗ്രീവ പ്രീതമാനസഃ പ്രേഷയാമാസ ബലിനോ വാനരാൻ വാനരർഷഭ ദിക്ഷു സർവാസു വിവിധാൻ വാനരാൻ പ്രേഷ്യ സത്വരം.
ദക്ഷിണാം ദിശമത്യർത്ഥം പ്രയത്നേന മഹാബലാൻ യുവരാജം ജാംബവന്തം ഹനൂമന്തം മഹാബലം നളം സുഷേണം ശരവം മൈന്ദം ദിവിതമേവ ച പ്രേഷയാമാസ സുഗ്രീവോ വചനം ച ഇതമബ്രവീത്. സീതയെ തേടാൻ ഇവരെല്ലാം നിയോഗിക്കാം. ഉചിതമായി കരുതുന്നു എങ്കിൽ ജാനകിയെ തേടാൻ ഇവരെ നിയോഗിച്ചുകൊള്ളുക. രാമൻ പറഞ്ഞത് കേട്ട് സംപ്രീതനായ സുഗ്രീവൻ സകല ദിക്കുകളിലേക്കും പ്രബലരായ ധാരാളം കവികളെ സത്വരം നിയോഗിക്കുകയുണ്ടായി. അവരെ അയച്ചതിനു ശേഷം അതിശക്തരായ ജാംബവാൻ, നളൻ, സുഷേണൻ, ശരഭൻ, മൈന്ദൻ, ദിവിതൻ എന്നിവരെയും മഹാബലവാനായ ഹനുമാനെയും ഇളയരാജാവായ അംഗദനെയും സ്നേഹപൂർവം തെക്കേ ദിക്കിലേക്ക് നിയോഗിച്ചിട്ട് വാനരന്മാരോട് പറഞ്ഞു: വിജിന്നന്തു പ്രയത്നേന ഭവന്തോ ജാനകീം ശുഭാം മാസാദർവാങ് നിവർത്തധ്വം മച്ചാസന പുരസ്സര സീതാമദൃഷ്ട്വാ യദിവോ മാസാദൂർധ്വം ദിനം ഭവേത് തദാ പ്രാണാന്തികം ദണ്ഡം മത്തപ്രാപ്സ്യത വാനരാഹ. എന്റെ കൽപ്പനയനുസരിച്ച് ഭവാന്മാർ പ്രയത്നപൂർവം ജാനകിയെ അന്വേഷിച്ച് 1 മാസം തീരും മുമ്പ് മടങ്ങുകയും വേണം. വാനരന്മാരെ, സീതയെ കാണാതെ 1 മാസത്തിനു മേൽ 1 ദിവസമെങ്കിലും വേണ്ടി വന്നാൽ അപ്പോൾ നിങ്ങൾക്ക് മരണശിക്ഷയായിരിക്കും കിട്ടുക. ഇതി പ്രസ്താവ്യ സുഗ്രീവോ വാനരാൻ ഭീമവിക്രമാൻ രാമസ്യ പാർശ്വേ ശ്രീരാമം നത്വാ ചോപവിവേശസഃ. ഭീമപരാക്രമികളായ വാനരന്മാരെ യാത്രയാക്കിയിട്ട് സുഗ്രീവൻ ശ്രീരാമനെ വണങ്ങി അദ്ദേഹത്തിന്റെ അരികിൽ ഇരുന്നു. ഗച്ഛന്തം മാരുതിം ദൃഷ്ട്വാ രാമോ വചനമബ്രവീത് അഭിജ്ഞാനാർത്ഥമേതന്മേ അങ്കുലീയകമുത്തമം മന്നാമാക്ഷരസംയുക്തം സീതായൈ ദീയതാം രഹ അസ്മിൻ കാര്യേ പ്രണാമം ഹി ത്വമേവ കപിസത്തമ ജാനാമി സത്വം ദേ സർവം ഗച്ഛ ബന്ധാശുഭസ്തവ. മാരുതിയെ നോക്കി രാമൻ പറഞ്ഞു: അല്ലയോ കപിവര, എന്റെ നാമാക്ഷരം കൊത്തിയ ഈ മോതിരം അടയാളമെന്നോണം രഹസ്യമായി സീതയ്ക്ക് കൊടുക്കുക. ഈ വിഷയത്തിൽ നീ മാത്രമാണ് പ്രമാണം. നിന്റെ ബുദ്ധിസാമർഥ്യമെല്ലാം എനിക്കറിയാം. പോകുക, നിന്റെ വഴി മംഗളകരമായിരിക്കും. ഏവം കപീനാം രാജ്ഞാദേ വിസൃഷ്ടാ പരിമാർഗണേ സീതായ അംഗദമുഖ ബഭ്രമുസ്തത്ര തത്ര. ഇങ്ങനെ വാനരരാജാവിനാൽ അയക്കപ്പെട്ട ആ അംഗദാദികൾ സീതയെ തേടി അവിടെവിടെ ചുറ്റി. ഭ്രമന്തോ വിന്ധ്യഗഹനെ ദദൃശോ പർവ്വതോപമം രാക്ഷസം ഭീഷണാകാരം ഭക്ഷയന്തം മൃഗാൻ ഗജാൻ രാവണോയമിതി ജ്ഞാത്വാ കേചിത് വാനരപുംഗവാഹ ജംഗുക്കിലകിലാ ശബ്ദം മുഞ്ചന്തോ മുഷ്ടിവീക്ഷണാത് ന്യായം രാവണ ഇത്യുക്ത യയുരന്യാൻ മഹദ്വനം തൃഷാർത്താസലിലം തത്ര നാവിന്ദൻ ഹരിപുംഗവ. അവർ വിന്ധ്യാടവിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പർവ്വതതുല്യനും ഭീകരനും മൃഗങ്ങളെയും ആനയും ഒക്കെ തിന്നുന്നവനുമായ ഒരു രാക്ഷസനെ കണ്ടു. ഇത് തന്നെ രാവണനെന്ന് വിചാരിച്ച് ചില വാനരവീരന്മാർ കിലുകിലാ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പെട്ടെന്ന് അവനെ മുഷ്ടികൊണ്ട് ഇടിച്ചു കൊന്നു. ഇത് രാവണനല്ല എന്ന് പറഞ്ഞുകൊണ്ട് കവിവരന്മാർ മറ്റൊരു മഹാവനത്തിലേക്ക് പോയി. ദാഹിച്ചു വലഞ്ഞ അവർക്ക് അവിടെ ജലം ലഭിച്ചില്ല. വിഭ്രമന്തോ മഹാരണ്യേ ശുഷ്കകണ്ഠോഷ്ടതാലുകാഹ ദദൃശുർഗഹ്വരം തത്ര തൃണഗുൽമാവൃതം മഹത് ആർദ്രപക്ഷാൻ ക്രൗഞ്ചഹംസാൻ നിസൃതാൻ ദദൃശസ്തദാ അത്രാസ്തേ സലിലം നൂനം പ്രവിശാമോ മഹാഗുഹാം ഇത്യുക്ത്വാ ഹനുമാൻ അഗ്രേ പ്രവിവേശതുമന്വയു സർവേ പരസ്പരം ധൃത്വാ ബാഹൂൻ ബാഹുവിരുത്സുകാഃ അന്ധകാരേ മഹാദൂരം ഗത്വാ പശ്യൻ കപീശ്വരാഃ ജലാശയാൻ മണിനിഭതോയാൻ കൽപദ്രുമോപമാൻ വൃക്ഷാൻ പക്വഫലൈർനമ്രാൻ മധുദ്രോണസമന്വിതാൻ ഗുഹാൻ സർവഗുണോപേതാൻ മണിവസ്ത്രാദിപൂരിതാൻ ദിവ്യവക്ഷ്യാന്യസഹിതാൻ മാനുഷൈ പരിവർജിതാൻ വിസ്മിതാസ്തത്ര ഭവനേ ദിവ്യേ കനകവിഷ്ടരേ പ്രഭയാ ദീപ്യമാനാം തു ദദൃശു സ്ത്രീയമേകാം ധ്യായന്തീം ക്ഷീരവസനാം യോഗിനീം യോഗമാസ്ഥിതാം. ദാഹിച്ചു വലഞ്ഞ അവർ ഒരു ഗുഹ കണ്ടു.
അതിനുള്ളിൽ നിന്നും നനഞ്ഞ ചിറകുകളോടുകൂടിയ ക്രൗഞ്ചങ്ങളും ഹംസങ്ങളും പുറത്തേക്ക് വരുന്നത് കണ്ടിട്ട് ഇവിടെ ജലം തീർച്ചയായും ഉണ്ട് എന്നവർ കരുതി. ആ മഹാഗുഹയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മാരുതി ആദ്യം മുന്നോട്ട് നീങ്ങി. എല്ലാവരും പരസ്പരം കൈക്ക് പിടിച്ച് ഉത്സുകതയോടെ അവൻ്റെ പിമ്പേ നടന്നു. ഇരുട്ടിൽ വളരെ ദൂരം ചെന്നപ്പോൾ നല്ല നീലത്തടാകങ്ങളും ഫലവർഗങ്ങൾ നിറഞ്ഞ് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും വളരെ മനോഹരമായി അലങ്കരിക്കപ്പെട്ട ഭവനങ്ങളും ദിവ്യഭോജനങ്ങൾ ഒരുക്കിയവയും ഒക്കെ കണ്ടു. പക്ഷേ അവിടം ജനവർജിതമായിരുന്നു. വിസ്മയം പൂണ്ട വാനരന്മാർ അവിടെ കണ്ട ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ യോഗചര്യയിലും ധ്യാനത്തിലും മുഴുകി ഏകയായി കനകാസനത്തിലിരിക്കുന്ന ഒരു യോഗിനിയെ കാണുകയുണ്ടായി. പ്രണേമുസ്താം മഹാഭാഗാം ഭക്ത്യാ ഭീത്യാ ച വാനരാഃ ദൃഷ്ട്വാതാൻ വാനരാൻ ദേവി പ്രാഹയൂയം കിമാഗതാ കുതോ വാ കസ്യ ദൂതാ വാ മസ്ഥാനം കിം പ്രദർശത തച്ഛ്രുത്വാ ഹനുമാനാഃ ശൃണു വക്ഷ്യാമി ദേവിതേ. ആ മഹാഭാഗയെ ദർശിച്ച് വാനരന്മാർ ഭക്തിയോടും ഭീതിയോടും വണങ്ങിയപ്പോൾ ദേവി ആ കവികളെ നോക്കി ചോദിച്ചു, നിങ്ങൾ എന്തിനു വന്നു? എവിടെ നിന്ന് വന്നു? ആരുടെ ദൂതരാണ്? എൻ്റെ വസതി കയ്യേറുന്നത് എന്തിന്? അത് കേട്ട് മാരുതി പ്രതിവചിച്ചു, ദേവി എല്ലാം പറയാം, കേൾക്കുക. അയോധ്യാധിപതി ശ്രീമാൻ രാജാ ദശരഥ പ്രഭു തസ്യ പുത്രോ മഹാഭാഗോ ജ്യേഷ്ഠോ രാമ ഇതി ശ്രുതാ പിതൃരാജ്ഞാം പുരസ്കൃത്യ സഭാര്യാ സാനുജോവനം ഗതസ്തത്ര ഹൃദാ ഭാര്യ തസ്യ സാധ്വീ ദുരാത്മനാ രാവണേന തതോ രാമസുഗ്രീവം സാനുജോ യയൗ സുഗ്രീവോ മിത്രഭാവേന രാമസ്യ പ്രിയവല്ലഭം മൃഗയധ്വം ഇതി പ്രാഹ തതോ വയോപാഗതാഃ തതോ വനം വിജന്വന്തോ ജാനകീം ജലകാംക്ഷിണഃ പ്രവിഷ്ടാ ഗഹ്വരം ഘോരം ദൈവാദത്ര സമാഗതാഃ ത്വം വാ കിമർത്ഥമത്രാസി കാ വാ ത്വം വദന ശുഭേ. അയോധ്യാധിപതിയായ ദശരഥന്റെ മൂത്ത മകനാണ് രാമൻ. അച്ഛൻ്റെ കൽപ്പന മുൻനിർത്തി പത്നിയും അനുജനുമൊത്ത് അദ്ദേഹം വനത്തിലെത്തി. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ സാധ്യയായ ഭാര്യ ദുഷ്ടനായ രാവണനാൽ അപഹരിക്കപ്പെട്ടു. അതിനുശേഷം രാമൻ അനുജനോടൊത്ത് സുഗ്രീവന്റെ അരികിലെത്തി. സഹൃദഭാവത്താൽ സുഗ്രീവൻ രാമന്റെ പ്രിയതമയെ അന്വേഷിക്കൂ എന്ന് ഞങ്ങളോട് ആജ്ഞാപിച്ചു. ആകയാൽ ഞങ്ങൾ ഇവിടെ എത്തി. ജാനകി വനത്തിൽ തിരയുമ്പോൾ ദാഹജലം ആശിച്ച് ഘോരമായി ഗുഹയിൽ കടന്ന് ഭാഗ്യത്താൽ ഇവിടെ എത്തി. അല്ലയോ ശുഭേ, നീ ആരാണ്? എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാലും. യോഗിനീ ച തഥാ ദൃഷ്ട്വാ വാനരാൻ പ്രാഹ ഹൃഷ്ടധീ യഥേഷ്ടം ഫലമൂലാനി ജഗ്ധ്വാപി ത്വാം അമൃതം ഭയ ആഗച്ഛത തതോ വക്ഷ്യേ മമ വൃത്താന്തമാദിത തദേതി ഭുക്ത്വാപി ത്വാ ജഹൃഷ്ടാസ്തേ സർവവാനരാഃ ദേവ്യാ സമീപം ഗത്വാ ദേവദ്ധാഞ്ജലിപുടാ സ്ഥിത തതപ്രാഹ ഹനുമന്തം യോഗിനി ദിവ്യദർശന. പ്രസന്നജിത്തയായ ആ യോഗിനി പറഞ്ഞു, ഇഷ്ടം പോലെ ഫലമൂലാദികളെല്ലാം കഴിച്ച് അമൃതിനൊത്ത ജലവും കുടിച്ച് വരുവിൻ. പിന്നെ എൻ്റെ കഥ ഞാൻ പറയാം. അങ്ങനെയെന്ന് ഭോജനവും ജലപാനവും എല്ലാം കഴിഞ്ഞ് സന്തുഷ്ടരായ വാനരന്മാരെല്ലാം ദേവിയുടെ അരികിലെത്തി കൈകൂപ്പി നിന്നു. അപ്പോൾ ദിവ്യദർശനയായ യോഗിനി ഹനുമാനോട് പറഞ്ഞു, ഹേമാ നാമപുര ദിവ്യരൂപിണി വിശ്വകർമ്മണ പുത്രീ മഹേശം നൃത്യേത തോഷയാമാസ ഭാമിനി തുഷ്ടോ മഹേശ പ്രദദാവിദം ദിവ്യപുരം മഹത് അത്ര സ്ഥിതാ സാ സുദതി വർഷാണാം അയുധായുധം തസ്യാഹം സഖീ വിഷ്ണുതൽപരാ മോക്ഷകാംക്ഷിണി നാംനാ സ്വയം പ്രഭാ ദിവ്യഗന്ധർവ വനദാപുരാ ഗച്ഛന്തി ബ്രഹ്മലോകം സാ മാമാഹേദം തപശ്ചര അത്രൈവ നിവസന്തി ത്വം സർവപ്രാണി വിവർജിതേ. പണ്ട് വിശ്വകർമാവിന്റെ പുത്രിയായ ഹേമ എന്ന ദിവ്യരൂപിണിയായ സുന്ദരി ശിവനെ നൃത്തത്താൽ പ്രസാദിപ്പിച്ചു. പ്രസന്നനായ മഹേശൻ ഈ മഹത്തായ ദിവ്യപുരം അവൾക്ക് നൽകി. ആ സുന്ദരി 1000 ആണ്ടുകൾ
ഇവിടെ വസിച്ചു. ഞാൻ അവളുടെ സ്വയംപ്രഭ എന്ന തോഴിയാണ്. ദിവ്യനായ ഗന്ധർവന്റെ മകളായ ഞാൻ മോക്ഷം കാംക്ഷിച്ച് വിഷ്ണുവിനെ ഭജിച്ചു കഴിയുന്നു. സർവ ജീവികളും ഒഴിഞ്ഞ ഇവിടെ താമസിച്ച് തപസ്സനുഷ്ഠിക്കുവാൻ ഒരിക്കൽ ബ്രഹ്മലോകത്തേക്ക് പോകുമ്പോൾ ഹേമ എന്നോട് പറഞ്ഞു. ത്രേതായുഗേ ദാശരഥിർഭൂത്വാ നാരായണോऽവ്യയ ഭൂഭാരഹരണാർത്ഥായ വിചരിഷ്യതി കാനനെ മാർഗന്തോ വാനരാസ്തസ്യ ഭാര്യാമായാന്തിതേ ഗുഹാം പൂജയിത്വാ തദാന്നത്വാ രാമം സ്തുത്വാ പ്രയത്നത് യദാസി ഭവനം വിഷ്ണോർയോഗിഗമ്യം സനാതനം ഇതോഹം ഗന്തുമിച്ഛാമി രാമം ദ്രഷ്ടും ത്വരാണ്വിത. നാരായണൻ ത്രേതായുഗത്തിൽ ദശരഥ പുത്രനായി പിറന്ന് ഭൂമിയുടെ ഭാരം പോക്കാൻ കാട്ടിൽ ചുറ്റി നടക്കും. അവന്റെ ഭാര്യയെ തേടുന്ന വാനരന്മാർ നിന്റെ ഗുഹയിൽ വരും. അപ്പോൾ അവരെ പൂജിച്ച് രാമനെ പ്രയത്നപൂർവ്വം വാഴ്ത്തി വണങ്ങി യോഗികൾക്ക് മാത്രം ഗമ്യവും സനാതനവുമായ വിഷ്ണുസദനം പ്രാപിച്ചുകൊള്ളൂ. ഇനി ഞാൻ അതിവേഗം രാമദർശനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നു. യൂയം വിദദ്വമക്ഷീണീ ഗമിഷ്യത ബഹിർഗുഹാം തഥൈവ ചക്രുസ്തേ വേഗാത് ഗദാ പൂർവസ്ഥിതം വനം സാ വിദഗ്ധ്വാ ഗുഹാം ശീഘ്രം യയൗരാഘവസന്നിധിം തത്ര രാമം സുസുഗ്രീവം ലക്ഷ്മണം ച ദദർശഃ. നിങ്ങളെല്ലാവരും മിഴികൾ അടയ്ക്കൂ, ഗുഹയ്ക്ക് വെളിയിലെത്തും. അവർ അങ്ങനെ തന്നെ ചെയ്തപ്പോൾ വേഗം മുമ്പ് നിന്ന വനത്തിലെത്തി. അവളും ശീഘ്രം ഗുഹ വിട്ട് രാമസന്നിധിയിലേക്ക് പോയി. അവിടെ വെച്ച് സുഗ്രീവസമേതനായി രാമനെയും ലക്ഷ്മണനെയും ദർശിക്കുകയും ചെയ്തു. കൃത്വാ പ്രദക്ഷിണം രാമം പ്രണമ്യ ബഹുശസ്തുതി ആഹ ഗദ്ഗദയാ വാചാ രോമാഞ്ചിത തനൂരുഹ. രാമനെ വലം വെച്ച് പലവരു വണങ്ങി കോൾമയിർ കൊണ്ട് ആ പുണ്യവതി ഗദ്ഗദ വാക്കിനാൽ പൊഴിഞ്ഞു. ദാസീ തപാഹം രാജേന്ദ്ര ദർശനാർത്ഥമിഹാഗത ബഹുവർഷസഹസ്രാണി തപ്തം മേ ദുശ്ചരം തപ ഗുഹായാം ദർശനാർത്ഥം തേ ഫലിതം മേദ്യതത്തപ അദ്യ ഹി ത്വാം നമസ്യാമി മായായാ പരതസ്ഥിതം സർവഭൂതേഷു ചാലക്ഷ്യം ബഹിരന്തരവസ്ഥിതം. അല്ലയോ രാജേന്ദ്ര, ഞാൻ അങ്ങയുടെ ദാസിയാണ്. അവിടുത്തെ ദർശനം കൊതിച്ച് ഇവിടെ എത്തി. നിന്നെ ഒരു നോക്ക് കാണാൻ 1000 ആണ്ടുകൾ ഗുഹയിൽ ഘോര തപസ്സനുഷ്ഠിച്ചു. ഇപ്പോൾ നേരിൽ കാണാൻ ഇടവന്നു. അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ വണങ്ങിക്കൊള്ളട്ടെ. യോഗമായാജവനികാച്ഛന്നോ മാനുഷവിഗ്രഹ ന ലക്ഷ്യസേ ജ്ഞാനദൃശാം ശൈലൂഷ ഇവ രൂപദൃക് മഹാഭാഗവതാനാം ത്വം ഭക്തിയോഗവിദിൽസയാ അവതീർണോസി ഭഗവൻ കഥം ജാനാമി താമസി ലോകേ ജാനാതു യഃ കച്ചിത് തവ തത്വം രഘൂത്തമ മമൈതദ്ദേവരൂപം തേ സദാ ഭാതു ഹൃദാലയേ രാമദേ പാദയുഗളം ദർശിതം മോക്ഷദർശനം. യോഗമായയുടെ മറവിൽ മറഞ്ഞ് മാനവരൂപം പൂണ്ട നീ വേഷം കെട്ടിയ നടനെപ്പോലെ മൂഢമിഴികൾക്ക് അവിധേയനായി നിലകൊള്ളുന്നു. അല്ലയോ ഭഗവാനെ, നിന്തിരുവടി മഹാന്മാരായ ഭഗവത് ഭക്തർക്ക് ഭക്തിയോഗം ഉപദേശിക്കാൻ അവതരിച്ചവനാണല്ലോ. അല്ലയോ രാമ, ഏവർക്കും മോക്ഷമേകുന്ന നിന്റെ കഴലിണ ഞാൻ കാണുന്നു. അദർശനം ഭവാർണാനാം സന്മാർഗപരിദർശനം ധനപുത്രകളത്രാദി വിഭൂതി പരിദർപ്പിത അകിഞ്ചനധനം ദ്വാദ്യ നാഭിദാതും ജനോർഹതി. അങ്ങയുടെ കാലടി ഭവസാഗരത്തിൽ ആണ്ടവർക്ക് കാണാനാവാത്തതും നേർവഴി കാട്ടിത്തരുന്നതുമാണല്ലോ. വിത്തപുത്രകളത്രാദി ഐശ്വര്യത്തിൽ അഹങ്കാരമുള്ള ജനങ്ങൾക്ക് ഒന്നുമില്ലാത്തവന്റെ ഏകധനവും ആദ്യനുമായ നിന്റെ നാമം ഉച്ചരിക്കാൻ അർഹതയില്ല. നിവൃത്തഗുണമാർഗായ നിഷ്കിഞ്ചതനായത്തെ നമ സ്വാത്മാഭിരാമായ നിർഗുണായ ഗുണാത്മനെ കാലരൂപിണമീശാനമാദിമധ്യാന്തവർജിതം സമം ചരന്തം സർവത്ര മന്യേ ത്വാം പുരുഷം വരം ദേവതയെ ചേഷിതം കച്ചൻ നവേദ നിർവിഡംബനം. ത്രിഗുണങ്ങളുടെ പരിധിക്ക് അതീതനും ഏഴകളുടെ ധനവും തൻ്റെ ആത്മാവിൽ തന്നെ രമിപ്പോനും ഗുണരഹിതനും സഗുണനുമായ നിനക്ക് നമസ്കാരം.
കാലരൂപിയും നിയന്താവും ആദിമധ്യാന്തമില്ലാത്തവനും എങ്ങും ഒരുപോലെ നിറഞ്ഞോനും പരമപുരുഷനുമെന്ന് നിന്നെ ഞാൻ കരുതുന്നു. അല്ലയോ ദേവ, മനുഷ്യനെ അനുകരിക്കുന്ന നിന്റെ ലീലാവിലാസം ആരും അറിയുന്നില്ല. നതേ സ്ഥികച്ചിദ്ദയിതോ ദേഷ്യോ വ്യാപരയേവച ത്വന്മായാഭിഹിതാത്മാനസ്ത്വാം പശ്യന്തി തഥാവിധം. നിനക്ക് പ്രിയനോ അപ്രിയനോ ഉദാസീനോ ആയി ആരുമില്ല. നിന്റെ മായയാൽ ഉൾക്കാഴ്ച മങ്ങിയവർ നിന്നെ അങ്ങനെയുള്ളവനെന്നും കാണുന്നു. അജസ്യാകർത്തുരീശ്വസ്യ ദേവദിത്യങ്നരാദിഷു ജന്മകർമാദികം യദ്യത് തത്യന്തവിഡംബനം. ത്വാമാഹുരക്ഷരം ജാതം കഥശ്രവണസിദ്ധയേ കേചിത് കോസലരാജസ്യ തപസ ഫലസിദ്ധയേ. കൗസല്യായാ പ്രാർത്ഥ്യമാനം ജാതമാഹു പരേ ജനാഃ ദുഷ്ടരാക്ഷസഭൂപാരഹരണായാർത്ഥിതോ വിഭോ ബ്രഹ്മണാ നരരൂപേണ ജാതോയം ഇതി കേചന ശൃണ്വന്തി ഗായന്തി ചയേ കഥാസ്തേ രഘുനന്ദന. പശ്യന്തി തവ പാദാബ്ജം ഭവാർണവസുധാരണം ത്വന്മായാഗുണബദ്ധാഹം വ്യതിരിക്തം ഗുണാശ്രയം. കഥം ത്വാം ദേവജാനീയാം സ്തോതും വാ വിഷയം വിഭും. നമസ്യാമി രഘുശ്രേഷ്ഠം ബാണാസനശരാണ്വിതം ലക്ഷ്മണേന സഹഭ്രാത സുഗ്രീവാദിഭിരന്വിതം. ഭക്തന്മാർക്ക് അവതാരകഥ കേൾപ്പാൻ അവസരം സിദ്ധിക്കാനാണ് അവ്യയനായി നീ പിറവിയെടുത്തതെന്ന് ചിലർ പറയുന്നു. ദശരഥന്റെ തപസ്സിന് ഫലസിദ്ധി നൽകാനാണ് എന്ന് മറ്റു ചിലർ പറയുന്നു. കൗസല്യ പ്രാർത്ഥിച്ചതിനാലാണ് ജനിച്ചതെന്ന് വേറെ ചിലർ പറയുന്നു. ദുഷ്ടരാക്ഷസരെ കൊണ്ട് ഭൂമിക്കുള്ള ഭാരം പോക്കാൻ ബ്രഹ്മാവിനാൽ പ്രാർത്ഥിതനാകയാലാണ് ഈ പ്രഭു നരരൂപത്തിൽ പിറന്നതെന്ന് വേറെ ചിലർ പറയുന്നു. അല്ലയോ രാഘവ, ആര് നിന്റെ കഥകൾ കേൾക്കുന്നുവോ പാടുന്നുവോ അവർക്ക് സംസാരസാഗരം പാടെ കടത്തുന്ന നിന്റെ പാദപങ്കജം കാണാറാകും. അല്ലയോ ദേവ, ഞാൻ നിന്റെ മായാഗുണങ്ങളാൽ ബദ്ധയാണ്. മായയിൽ നിന്ന് വേറിട്ട് ഗുണാശ്രയനായി വിളങ്ങുന്ന നിന്നെ എങ്ങനെ ഞാൻ അറിയും? അങ്ങനെയുള്ള വിഭുവിനെ എങ്ങനെ സ്തുതി വിഷയമാക്കും? ആകയാൽ ഭ്രാതാവായ ലക്ഷ്മണനോടും സുഗ്രീവാദികളോടും ചേർന്ന വില്ലും അമ്പുമേന്തിയ രഘുവരനെ ഞാൻ നമിച്ചുകൊള്ളാം. അതേ കഴിയൂ. ഏവം സ്തുതോ രഘുശ്രേഷ്ഠ പ്രസന്ന പ്രണതാഘഹൃത ഉവാച യോഗിനീം ഭക്താം കിം തേ മനസ്സി കാക്ഷിതം. നമസ്കരിക്കുന്നവരുടെ പാപം പോക്കുന്ന രഘുവരൻ ഇങ്ങനെയുള്ള സ്തുതിയാൽ പ്രീതനായി ഭക്തയായ ആ യോഗിനിയോട് ചോദിച്ചു, നിനക്ക് എന്താണ് ആഗ്രഹമുള്ളത്? സാ പ്രാഹരാഘവം ഭക്തിയാ ഭക്തിം തേ ഭക്തവത്സല യത്ര കുത്രാവിജാതായ നിശ്ചലാം ദേഹി മേ പ്രഭോ. അവൾ ഭക്തിയോടെ രാഘവനോട് പറഞ്ഞു, അല്ലയോ പ്രഭോ ഭക്തവത്സല, എവിടെ ജനിച്ചാലും വേണ്ടില്ല, എനിക്ക് നിന്നിൽ ഇളകാത്ത ഭക്തി നൽകണമേ. ത്വദ്ഭക്തേഷു സദാ സംഗോ ഭൂയാൻമേ പ്രാകൃതേഷു ന ജിഹ്വാമേ രാമരാമേതി ഭക്ത്യാ വദതു സർവദാ. എനിക്കെന്നും നിന്റെ ഭക്തരോട് ചേർച്ചയുണ്ടാകട്ടെ, പ്രാകൃതരോട് അരുത്. എൻ്റെ നാവ് എപ്പോഴും രാമാ രാമാ എന്ന് ഭക്തിപൂർവം ഉച്ചരിക്കപ്പെടട്ടെ. മാനസം ശ്യാമളം രൂപം സീതാ ലക്ഷ്മണ സംയുതം ധനുർബാണതരം പീതവാസസം മുകുടോജ്വലം അംഗതൈർ നൂപുരൈർ മുക്താഹാരൈർ കൗസ്തുഭകുണ്ടലൈ ഭാന്തം സ്മരതു മേ രാമ വരം നാന്യം വൃണേ പ്രഭോ. ധനുർബാണങ്ങൾ ധരിച്ചവനും മഞ്ഞപ്പട്ടുടുത്തവനും കിരീടത്താൽ തിളങ്ങുന്നവനും തോൾവളകൾ നൂപുരങ്ങൾ മുത്തുമാലകൾ ഇവയാൽ ശോഭിക്കുന്നവനും സീതാ ലക്ഷ്മണ സമേതനുമായ ഈ ശ്യാമള രൂപം എൻ്റെ മാനസത്തിങ്കൽ എപ്പോഴും സ്മരിക്കുമാറാകട്ടെ. അല്ലയോ പ്രഭോ രാമ, മറ്റൊരു വരവും ഞാൻ വരിക്കുന്നില്ല. ശ്രീരാമ ഉവാച ഭവത്വേവം മഹാഭാഗേ ഗച്ഛത്വം ബദരീവനം തത്രൈവ മാം സ്മരന്തി ത്വം ത്യക്തേദം ഭൂതപഞ്ചകം മാമേവ പരമാത്മാനം അചിരാത് പ്രതിപദ്യസേ. അല്ലയോ മഹാശേ, അവിടത്തേക്ക് മംഗളം ഭവിക്കട്ടെ. നീ ബദരീവനത്തിലേക്ക് പോയിക്കൊള്ളൂ. അവിടെ എന്നെ ധ്യാനിച്ചുകൊണ്ട് ഈ പഞ്ചഭൂതാത്മക ശരീരം പിടിഞ്ഞ് താമസം എന്നിയ നിനക്ക്
പരമാത്മാവായ എന്നെ തന്നെ പ്രാപിക്കാവുന്നതാണ്. ശ്രുത്വാ രഘൂത്തമവജോ മൃതസാരകൽപ്പം ഗത്വാ തഥൈവ ബദരീതരുഖണ്ഡജുഷ്ടം തീർത്ഥം തദാ രഘുപതിം മനസാ സ്മരന്തി ത്യക്വാ കളേവരമവാപ പരം പദം സ. അമൃതസാരത്തിനൊത്ത രഘുവചനം കേട്ട് സ്വയംപ്രഭ അപ്പോൾ തന്നെ ഇലന്തവരങ്ങൾ തിങ്ങിയ ആ തീർത്ഥസ്ഥലത്തേക്ക് പോയി. സദാ രാമനെ മനസാസ്മരിച്ച് ഉടൽ വെടിഞ്ഞ് അവൾ പരമപദത്തെ പ്രാപിച്ചു. ഓം ഇതി ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡേ ഷഷ്ടസർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.